ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം പഠനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ഹൃദയങ്ങളിലേക്ക് കർത്താവ് വരണമേ. കർത്താവേ, വാ തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആഴമായ അർത്ഥതലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. വാക്കുകളെ തരണം, ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് അത് പതിയുവാനും കർത്താവെ വചനങ്ങൾ ശുദ്ധീകരണത്തിനും രൂപാന്തരണത്തിനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ജനങ്ങൾ കർത്താവെ ഇതിന് ഫലമനുഭവിക്കാത്തക്കവണ്ണം ഇതിനെ അനുഗ്രഹിച്ച് സമൃദ്ധമാക്കി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ കാത്ത് സംരക്ഷിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം മുതലാണ്. 21-ാമത്തെ വാക്യം, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ ശരീരത്തിന് ഒരു രൂപാന്തരീകരണം, ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച് ഉണ്ടാകും. അതിനെക്കുറിച്ചാണ് പൗലോസ് ആ വാക്യത്തിൽ നമ്മളോട് പറയുന്നത്. നാം ആർക്കു വേണ്ടി കാത്തിരിക്കുന്നുവോ ആ യേശു ക്രിസ്തു സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ ശക്തിയുള്ളവനാണ്. അവൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുകയും അവൻ്റെ മഹത്വമുള്ള ശരീരം പോലെ ആക്കി തീർക്കുകയും ചെയ്യും. ഇനിയും മേലാൽ നമ്മുടെ ശരീരം ദുർബലമായിരിക്കുകയില്ല. സകല മനുഷ്യരും പാപം ചെയ്യുകയാൽ ആ പാപത്തിന് പരിഹാരത്തിനായി ക്രിസ്തു മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. തൻ്റെ ഈ ബലിയർപ്പണത്തിന് ഒരു ശരീരം ആവശ്യമായിരുന്നത് കൊണ്ടാണ് വചനമായവൻ മനുഷ്യ ശരീരം ധരിച്ച് നമ്മെപ്പോലെ ഒരു മനുഷ്യനായി തീർന്നത്. എന്നാൽ മരണശേഷം ഉയർത്തെഴുന്നേറ്റ് നിദ്ര പ്രാപിച്ചവരുടെ ആദ്യഫലമായി തീർന്നു. അങ്ങനെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനമുണ്ടായി എന്ന് നാം മനസ്സിലാക്കുന്നു. മനുഷ്യനും ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം പുനർജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ഉയർപ്പിൽ നമ്മുടെ ശരീരം ഏത് വിധത്തിലുള്ള ശരീരമായിരിക്കും എന്ന് പലരും ചിന്തിക്കുകയാണ്. ഈ സംശയങ്ങൾക്ക് മറുപടിയായിട്ടാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലും 1 തെസ്സലോനിക്ക 3-ാം അധ്യായത്തിലും പൗലോസ് ചില കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടോ എന്ന് തന്നെ യഹൂദരുടെ സദൂക്കായ വിഭാഗത്തിന് സംശയം ഉണ്ടായിരുന്നു. വിശ്വസിക്കുന്നില്ലായിരുന്നു. വിതയ്ക്കുന്ന വിത്ത് നശിച്ചു കഴിഞ്ഞിട്ട് അത് പുനർജീവിക്കുമ്പോൾ ഓരോ വിത്തിനും അതതിൻ്റെ ശരീരം ലഭിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനവും ഇതുപോലെ തന്നെയാണ്. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുകയും ആത്മീയ ശരീരം പുനർജീവിക്കുകയും ചെയ്യുന്നു. പുനർജീവിക്കുന്ന ശരീരങ്ങൾക്ക് തേജസ്സിൽ വ്യത്യാസമുണ്ട്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നു. ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു ആദ്യം പ്രത്യക്ഷമായത് മഗ്ദലേനക്കാരി മറിയയ്ക്കാണ്.
എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ട് അവരോടൊപ്പം നടന്ന് സംസാരിച്ചുകൊണ്ട് പോയതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്. അടച്ചിരുന്നൊരു മുറിയിലേക്ക് യേശു പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ യേശുവിനെ തിരിച്ചറിയുവാൻ ആദ്യം അവർക്ക് കഴിഞ്ഞില്ല. നാം എല്ലാവരും കർത്താവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 3:18 പറയുന്നു, കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടം അണിഞ്ഞാത്ത മുഖത്തെ പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. നമ്മുടെ ശരീരം ഒരു ഭൗമിക ഭവനമാണ്. അത് നശിക്കുമ്പോൾ ഒരു സ്വർഗീയ ഭവനം നമുക്ക് ലഭിക്കും. ഇതാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മൺപാത്രത്തിലാണ് നാം ഇപ്പോൾ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നത്. മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിനോടുകൂടി ഒരു സ്വർഗീയ ഭവനം നമുക്ക് ലഭിക്കും. ഇതാണ് പൗലോസ് ഉയർപ്പിൻ്റെ ശരീരത്തെക്കുറിച്ച് നമ്മളോട് വ്യക്തമാക്കുന്നത്. 2 കൊരിന്ത്യർ 5:1-2 ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശ്വാസതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. ഈ ശരീരത്തെക്കുറിച്ച് അങ്ങ് ഭാരപ്പെടേണ്ട. അത് നശിക്കുന്ന ഒന്നാണ്. നശിക്കാത്ത ഒന്ന് നമ്മൾ പ്രാപിക്കും. ഈ ഭൗമിക ഭവനം നശ്വരമാണ്. സ്വർഗീയ ഭവനം ശാശ്വതമാണ്. അത് കൈകളാൽ നിർമ്മിച്ചതല്ല, ദൈവത്തിൽ നിന്നുള്ളതാണ്. നശിച്ചു പോകുന്ന ഈ ശരീരം കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ ഇരിക്കുക സാധ്യമല്ല. ഇപ്പം നമുക്ക് വ്യക്തമാകുന്നു, ഈ ശരീരം കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിൽ പോയിരിക്കുന്നത്. ഒരു സ്വർഗീയ ശരീരം നാം പ്രാപിക്കും. 1 കൊരിന്ത്യർ 15:49-50 പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യവും ധരിക്കും. നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ ആദത്തിൻ്റെ കാര്യമാണ്. അവൻ്റെ സാദൃശ്യമാണ് നമ്മളിപ്പം ധരിച്ച് വെച്ചിരിക്കുന്നത്. ആദം കളഞ്ഞേച്ച് നമുക്ക് സ്വർഗീയൻ ക്രിസ്തുവിൻ്റെ സാദൃശ്യം നമ്മൾ ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇനി ഇതിൽ ഒരു രഹസ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ നശ്വരമായ ശരീരവും നശ്വരമായ രക്തവും ഒന്നുമല്ല ഉള്ളത്. അതെല്ലാം അങ്ങ് മാറും. മരിച്ച് ഉയർത്ത് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം നശ്വര ശരീരമെന്നും ആ നശ്വരമായ രക്തമെന്നും ഒന്നും നമ്മൾ പറയേണ്ട കാര്യം, അതെല്ലാം ഇല്ലാതാകും, നശിക്കും. യേശു കർത്താവിൻ്റെ കാര്യത്തിൽ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്കൊരു പ്രൂഫാണ്, ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലമാണ്. കൊളോസോസ് 3:4 പൗലോസ് എഴുതിയിരിക്കുകയാണ്, നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും
മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ. ആ നമ്മുടെ ജീവനായി ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ അവനോടുകൂടെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരം നമ്മൾ ചിന്തിക്കണമല്ലോ. ക്രിസ്തു സദൃശമായ സൗന്ദര്യം വിശ്വാസിയുടെ പരമമായ ലക്ഷ്യമാണ്. നമ്മൾ എന്താണ് ലക്ഷ്യം വെച്ച് ജീവിക്കുന്നത്? നമുക്ക് ഈ ശരീരം, അത് ബലഹീനമായ ശരീരം, ഇതൊക്കെ ഒന്ന് മാറി ക്രിസ്തുവിൻ്റെ സദൃശമായ മഹത്വമുള്ള സൗന്ദര്യരൂപമായ ഒരു ശരീരം, നമുക്ക് സ്വർഗീയ ശരീരം നമുക്ക് ലഭിക്കണമെന്നുള്ള വലിയ പ്രത്യാശയിലാണ്. അതാണ് നമ്മുടെ ലക്ഷ്യമായിട്ടെടുത്ത് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. റോമർ 8:29 വാക്യം 30 വാക്യവും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോടെ അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. മുൻകൂട്ടി അറിഞ്ഞവരാരാണെന്ന് നമുക്ക് മനസ്സിലായി. തിരഞ്ഞെടുക്കപ്പെട്ടവർ, രക്ഷ പ്രാപിക്കുന്നവർ, അവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോടെ അനുരൂപരാക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോടെ അനുരൂപരാക്കാൻ ഇപ്പോഴെങ്ങും തീരുമാനിച്ചൊരു കാര്യമല്ല, മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. മുൻകൂട്ടി അറിഞ്ഞവരെ ആരുടെ രൂപത്തിലാക്കണം? ക്രിസ്തുവിൻ്റെ രൂപത്തിലാക്കണം, സാദൃശ്യപ്പെടുത്തണം. അതിനെപ്പോഴാണ് തീരുമാനിച്ചത്? മുൻകൂട്ടി തന്നെ തീരുമാനിച്ചു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. ക്രിസ്തു നമ്മളെ എങ്ങനെയാണ് വിളിക്കുന്നത്? സഹോദരാ. ക്രിസ്തു ആദ്യജാതനാകുന്നതിന് വേണ്ടി നമ്മളെ സഹോദരൻ എന്ന് വിളിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട് നമ്മളുമായി തീർന്നിരിക്കുന്നു. ഇതാണ് എൻ്റെ വാസ്തവം. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇതും നമ്മളൊരു രഹസ്യമാണ്. കർത്താവെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ആരെ വിളിക്കണം? അവരെയാണ് വിളിച്ചത്. വിളിച്ചവരെ എന്ത് ചെയ്തു? അവരെ നീതീകരിച്ചു. നീതീകരിച്ചവർക്ക് എന്ത് കിട്ടി? മഹത്വം കിട്ടി. നേരത്തെ തീരുമാനിച്ചു, വിളിച്ചു, അവരെ നീതീകരിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇത് കർത്താവിൻ്റെ രഹസ്യമായ കാര്യമാണ്. അങ്ങനെ നാം ക്രിസ്തുവിനെ പോലെ ആകും. 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങളിൽ പറയുന്നു: പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് സംശയമൊന്നുമില്ല, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇനി നമ്മൾ എന്തോന്നായിത്തീരും? നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നാം മക്കളായി, ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള അഭിമാനം നമുക്കുണ്ട്. തീർന്നില്ല, ഇനി എന്തോ ആയിത്തീരും. എന്താണെന്നിപ്പം വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം: കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ അങ്ങാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. വലിയൊരു ഭാഗ്യമാണ് ലഭിക്കാൻ പോകുന്നത്. കർത്താവിനെ ഈ ഭൂമിയിൽ വെച്ച് പലരും കണ്ടു, മനുഷ്യരൂപത്തിൽ കണ്ടു. ക്രിസ്തുവാണെന്ന് പലർക്കും മനസ്സിലായി. പക്ഷേ കർത്താവ് ആയിരിക്കുന്നത് പോലെ, അവൻ ദൈവമാണല്ലോ, കാണുവാനൊരു ഭാഗ്യം നമുക്ക് ലഭിക്കും. അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണുകയും ചെയ്യും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഒരു ക്രിസ്തുവിശ്വാസിയെ പ്രത്യാശയിലാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിനെ കാണും, അവനായിരിക്കുന്നത് പോലെ അവനെ കാണും. അപ്പോൾ ആ പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ പൗലോസ് നമ്മളോട് പറയുകയാണ്: അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ വിശുദ്ധിയിൽ കാത്തുകൊള്ളണം. വിശുദ്ധമായ ജീവിതമായിരിക്കണം. അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ വിശുദ്ധനായി കാത്തുകൊള്ളണം. കർത്താവിന് സകലത്തെയും കീഴ്പ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്. അവൻ സർവശക്തനാണ്.
അവൻ എല്ലാ അധികാരവും അവനുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും യേശു ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് അവനോട് വല്ലതും ചോദിച്ചാൽ മതി. മറ്റാൾക്കാരോടൊന്നും ചോദിക്കേണ്ട കാര്യം, എല്ലാ അധികാരവും അവൻ്റെ കയ്യിലാണ്. മത്തായി 28:18 യേശു ഇങ്ങനെ നമ്മളോട് പറയുകയാണ്. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കുവാൻ കഴിയും, നമ്മളെ രക്ഷിക്കുവാൻ കഴിയും. ഇതിനെല്ലാം യേശുക്രിസ്തുവിന് അധികാരമുണ്ട്. ജീവൻ്റെ മേൽ അധികാരമുണ്ട്, ജീവൻ നൽകാൻ അധികാരമുണ്ട്. തൻ്റെ പുനരുത്ഥാനം മൂലം ഇത് കർത്താവ് തെളിയിച്ചിരിക്കുകയാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. കർത്താവിന് ദിവ്യ ശക്തിയാണ്. അതിന് ചില സൂചനകൾ ബൈബിളിൽ നിന്ന് ഞാനൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ്. ഒന്ന്, കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ കർത്താവിന് കഴിയും. ലൂക്കാ 3:8. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയും. റോമർ 4:21. സകല കൃപയും വർദ്ധിപ്പിക്കുവാൻ കഴിയും. 2 കൊരിന്ത്യർ 9:8. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരും. എഫേസ്യോസ് 2:20. നമുക്ക് ജീവിതത്തിൽ ആവശ്യങ്ങൾ, ഈ ഭൂമി ജീവിക്കുമ്പോൾ ഒത്തിരി ആവശ്യങ്ങൾ നമ്മളങ്ങനെ ഞെരുക്കുന്നുണ്ട്. ചോദിച്ചാൽ മതി. ചോദിച്ചാൽ അതിലും നമ്മുടെ മനസ്സ് ചിലപ്പം ചോദിക്കാതെ ചില ആഗ്രഹങ്ങൾ കിടപ്പുണ്ടായിരിക്കും. ആ ആഗ്രഹങ്ങൾക്കും അതിലും കൂടുതലായിട്ട് തരുവാൻ യേശു സന്നദ്ധനാണ്. യേശുവിനത് കഴിയും. യേശു അത് ചെയ്തു തരും. നമ്മളത് ചോദിക്കുക. മനസ്സിലൊരാഗ്രഹമുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് നിൽക്ക്, കർത്താവ് അത് ചെയ്തു തരും. എഫേസ്യോസ് 2:20 അത് പറയുന്നത്. കർത്താവ് ഫരമേൽപ്പിച്ചതെല്ലാം കാത്തു സൂക്ഷിക്കും. 2 തിമോത്തിയോസ് 1:12. പൂർണ്ണമായിട്ട് രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. ഹെബ്രായർ 7:25. വീഴാതെ കാത്തുകൊള്ളും, മഹത്വത്തിൻ്റെ സന്നിധിയിൽ കളങ്കരഹിതരായി നമ്മളെ നിർത്തും. യൂദാസിൻ്റെ ലേഖനം 24 വാക്യം. ഈ 3-ാം അധ്യായത്തിലെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണല്ലോ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. പൗലോസ് അവിടെ ഈ അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്, ലക്ഷ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം നാം ഓടണം. ആത്മീയ പോരാട്ടത്തിൽ നാം പരിശീലനം നേടണം. അർപ്പണബോധവും ലക്ഷ്യബോധവും ദീർഘവീക്ഷണവും ഉണ്ടായിരിക്കണം. ഒരു ക്രിസ്ത്യാനിക്ക് അർപ്പണബോധം വേണം, ലക്ഷ്യബോധം വേണം, ദീർഘവീക്ഷണം വേണം. ഇതെല്ലാം നമുക്കുണ്ടായിരിക്കണം. ഓടണം, ഓടി ഇടയ്ക്ക് നിന്ന് കളയരുത്, ഓട്ടം പൂർത്തിയാക്കണം. പിന്നിലെ ഉള്ളവയെ നാം മറന്നു കളയണം. ഓടുന്നവരെ പിമ്പിലോട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ ഓടാനൊക്കത്തില്ല. സകല ശക്തിയും ഉപയോഗിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി നാം ജീവിക്കണം. നമുക്കായി കാത്തിരിക്കുന്നത് നിത്യജീവനാണ്. പരിപൂർണത നമ്മിലും നമ്മിൽ കൂടിയും ദൈവം നിവർത്തിച്ചുകൊള്ളും. ഇനി നമുക്ക് 4-ാം അധ്യായത്തിലോട്ട് കടക്കാം. ഫിലിപ്പിയിലെ വിശ്വാസികൾ അപ്പസ്തോലൻ നൽകിയ സഹായത്തിന് കൃതജ്ഞതയും അവർക്കെല്ലാവരേക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുകയാണ് ഈ 4-ാമത്തെ അധ്യായത്തിൽ. അങ്ങനെ 4-ാമത്തെ അധ്യായത്തിൽ പൗലോസ് തൻ്റെ ലേഖനം ഉപസംഹരിക്കുകയാണ്. 4:1 വാക്യം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സന്തോഷവും കിരീടവുമായ വത്സല സഹോദരരെ, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. ഉപദേശം, അഡ്വൈസ് ഇതാണ്. നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കണം. അവരെ എങ്ങനെയാണ് വിളിക്കുന്നത്? പ്രിയപ്പെട്ടവർ, കാണാൻ ആഗ്രഹിക്കുന്നവർ, എൻ്റെ സന്തോഷം, എൻ്റെ കിരീടം, വത്സല സഹോദരർ. എന്തെല്ലാം അഭിവാദനങ്ങളാണ്, എന്തെല്ലാം പേര് വിളിച്ച ഫിലിപ്പിയിലെ സഭയിലെ അംഗങ്ങളെ പൗലോസ്
ഈ കാര്യം പറയുന്നത്? കിരീടം കൂടാണ്. നിങ്ങൾ ഉറച്ചു നിൽക്കുവീൻ, ഇതാണ് പറയാനുള്ളത്. സഹോദര സ്നേഹം അത് അത്യാവശ്യമാണ്. ഒത്തിരി ദൃഷ്ടാന്തങ്ങൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ചിലതൊക്കെ ഒന്ന് നോക്കാം. യോനാഥാനും ദാവീദും. 1 ശമൂവേൽ 18:3 യോനാഥാൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. 2 പൗലോസും എഫെസോസിലെ വിശ്വാസികളും. അപ്പോസ്തലപ്രവൃത്തികൾ 20:37 എഫെസോസിലെ വിശ്വാസികൾ അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്തു, ഗാഢമായി ചുംബിച്ചു. ഇത് യാത്ര പറയലായിരുന്നു. എല്ലാവരും കരഞ്ഞുകൊണ്ട് ആലിംഗനം ചെയ്ത് ഗാഢമായ ചുംബനമാണ് കൊടുത്തത്. പൗലോസും ഒനേസിഫോറസും തമ്മിൽ 2 തിമോഥെയോസ് 1:16 ഒനേസിഫോറസിൻ്റെ കുടുംബത്തിന്മേൽ കർത്താവ് കാരുണ്യം ചൊരിയട്ടെ, എന്തെന്നാൽ അവൻ പലപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ചങ്ങലകളെ പറ്റി അവൻ ലജ്ജിച്ചിട്ടുമില്ല. ഇനി പൗലോസ് എന്താണ് ഇവിടെ ആഹ്വാനം ചെയ്തത്? ഉറച്ചു നിൽക്കണമെന്നുള്ളതാണ്. കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ. ഉറച്ചു നിൽക്കണമെന്നുള്ളതിന് ബൈബിളിൽ പലയിടത്തും നമ്മളോട് ആഹ്വാനമുണ്ട്. ജോഷുവ ഇസ്രായേൽ ജനത്തോട് വിടവാങ്ങൽ സമയത്ത് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നു. ജോഷുവ 23-ാം അധ്യായം 6, 7, 8 വാക്യം ഞാൻ വായിക്കാം. ആകയാൽ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസ്തയോടെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവീൻ. അതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിക്കുന്നവരുമായി കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെ കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇതുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. കൂട്ടിക്കലരരുതെന്നും അവരുടെ സംസ്കാരത്തോട് നമ്മൾ അലിഞ്ഞു ചേർന്നങ്ങ് നമ്മുടെ സംസ്കാരം ഇല്ലാതായിട്ട് വിജാതിരുടെ സംസ്കാരത്തിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അനാചാരങ്ങളും വേണ്ടാത്തതൊക്കെയും നമ്മുടെ ബാഗിലോട്ട് വരും. അങ്ങനെ ആയി പോകരുത്. ഇതാണ് യോശുവ അവരോട് പറഞ്ഞത്. നമ്മുടെ ദൈവത്തിൻ്റെ നാമമല്ലാതെ വേറെ നാമമൊന്നും നമ്മൾ ഉച്ചരിക്കണ്ട. വേറൊന്ന്, നിൻ്റെ കൂടാരത്തിൽ ദുഷ്ടത കുടികൊള്ളരുത്. ജോബ് പറയുകയാണ് 11-ാം അധ്യായം 14, 15 നിൻ്റെ കൈകൾ അകൃത്യം ചെയ്യുന്നെങ്കിൽ അത് നീക്കിക്കളയുക. യേശുവിനെ പറഞ്ഞല്ലേ, വലത്ത് കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ വെട്ടിയെറിഞ്ഞ് കളയുക. നിൻ്റെ കൂടാരത്തിൽ ദുഷ്ടത കുടിപാർക്കാതിരിക്കട്ടെ. അപ്പോൾ നിശ്ചയമായും കളങ്കരഹിതനായി നീ മുഖമുയർത്തും, നീ സുരക്ഷിതനും നിർഭയനും ആയിരിക്കും. നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ല, അചഞ്ചലായിരിക്കുക. 1 കൊരിന്ത്യർ 15:58 പറയുന്നു, അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരും ആയിരിക്കുക. നമ്മൾ സ്ഥിരചിത്തരായിരിക്കണം, അചഞ്ചലായിരിക്കണം. എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിക്കണം. അവിടുത്തെ ജോലി നമ്മൾ ചെയ്യണം. അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ ആ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുകയല്ല, ആ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കണം. ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി വേറൊന്നുള്ളത്, നമ്മൾ അടിമത്തത്തിൻ്റെ നുഖത്തിന് വിധേയരാകരുത്. ഗലാത്യർ 5:1 സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവീൻ. അടിമത്തത്തിന് നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. വേറൊന്നറിയേണ്ടത്, നമ്മൾ ശിശുക്കളായിരിക്കരുത്. വിശ്വാസത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ശിശുക്കളായിരിക്കരുത്, വളരണം. എഫേസോസ് 4:14 പറയുന്നു, നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന
വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കൾ ആകരുത്. ഇനി കർത്താവിൻ്റെ ദിനത്തെപ്പറ്റി പലരും ചഞ്ചല ചിത്തര, വരാറായോ, വന്നില്ലല്ലോ, വരാത്ത എന്താ എന്നൊക്കെ. അത് ആദ്യകാലങ്ങൾ മുതലേ ഇങ്ങനൊരു ചഞ്ചല ചിത്തരായിട്ടുള്ളവരുണ്ട്. 2 തെസ്സലോനിക്ക 2:2 പറയുന്നു, കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചല ചിത്തരും അസ്വസ്ഥരും ആകരുത്. നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് ഈ പിശാചിനോട് പോരാടണം, അവനെ നമ്മൾ എതിർക്കണം. 1 പത്രോസ് 5:9 പറയുന്നു, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പിശാചിനെ എതിർക്കുവീൻ. ലോകമെങ്ങുമുള്ള നമ്മുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുവീൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുഷ്ടരുടെ തെറ്റിനെ നമ്മൾ അനുകരിക്കരുത്. അവർ ചില തെറ്റ് ചെയ്യും, നമ്മളെന്തിനാ അതിനൊക്കെ അനുകരിക്കുന്നത്? 2 പത്രോസ് 3:17 പറയുന്നു, ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാം നമ്മൾ പരിശോധിക്കണം. കാണുന്നതെല്ലാം അങ്ങ് സ്വീകരിക്കുകയല്ല, പരിശോധിക്കണം. 1 തെസ്സലോനിക്ക 5:21-22 പറയുന്നു, എല്ലാം പരിശോധിക്കുവീൻ, നല്ലവയെ മുറുകെ പിടിക്കുവീൻ, എല്ലാത്തരം തിന്മയിലും നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവീൻ. ആത്മധൈര്യം ഉണ്ടെന്ന് നമ്മൾ പറയും, അവസാനം വരെ ആത്മധൈര്യം നമ്മൾ മുറുകെ പിടിക്കണം. ഹെബ്രായ ലേഖനം 3:6 പറയുന്നു, ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്, ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനം ആയിരിക്കും. നമ്മൾ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. ഹെബ്രായർ 4:14 സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ, ദൈവപുത്രനായ ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ പ്രത്യാശ നമ്മൾ ഏറ്റു പറയണം. ഹൃദയത്തിൽ പ്രത്യാശയുണ്ട്, ഏറ്റു പറയാനൂടെ നമ്മൾ തയ്യാറാകണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അടുത്തൊരു കാര്യം, സ്വീകരിച്ചത് കാത്തു സൂക്ഷിക്കണം, ഉണർന്നിരിക്കണം. വെളിപാട് 3:3 പറയുന്നു, നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് സ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല. യേശു കർത്താവ് നമ്മളോട് ചോദിച്ചില്ലേ, ഇന്ന് നിൻ്റെ ജീവനെ തിരികെ ചോദിച്ചാൽ പകരം നീ എന്ത് കൊടുക്കും? അവസാനം വരെ നമ്മൾ സഹിച്ചു നിൽക്കണം. മത്തായി 10:22 പറയുന്നു, എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. നമ്മൾ സഹിക്കാൻ തയ്യാറാകണം, ശിക്ഷണത്തിന് വേണ്ടി സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹെബ്രായർ 12:7-8 ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. പരീക്ഷകൾ നമ്മൾ ക്ഷമയോടെ സഹിക്കണം. യാക്കോബ് 1:12 പറയുന്നു, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. ജീവൻ്റെ കിരീടം. പരീക്ഷകളെല്ലാം തരണം ചെയ്തോളി. ജീവൻ്റെ കിരീടമാണ് നമുക്ക് കിട്ടുന്നത്. ദൈവചിന്തയോടെ നമ്മൾ വേദനകൾ സഹിക്കണം. വേദന ഇല്ലാത്തവരല്ലല്ലോ,
വേദനകളൊക്കെ ദൈവചിന്തയോടെ നമ്മൾ സഹിക്കണം. 1 പത്രോസ് 2:19 പറയുന്നു, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. ഇനി സ്ഥിരത എന്ന് പറയുന്നത് അവസാനം വരെ നമ്മൾ നിലനിർത്തണം. 1, നിർമ്മലകരമുള്ളവൻ കരുത്ത് നേടിക്കൊണ്ടേയിരിക്കുന്നു. ജോബ് 17:9 പറയുകയാണ്, നീതിമാൻ തൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു, നിർമ്മലകരമുള്ളവൻ അടിക്കടി കരുത്ത് നേടുന്നു. വേറെ നമ്മൾ അറിയേണ്ടത്, നന്മ ചെയ്യുന്നതിൽ നമുക്കൊരിക്കലും മടുപ്പ് തോന്നരുത്. ഗലാത്യർ 6:9 പറയുന്നു, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ഇനി നമ്മൾ സ്നേഹിക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ സഭയെ സ്നേഹിക്കണം. കാരണം സഭ യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സഭയെയും സഭാവിശ്വാസികളെയും നാം സ്നേഹിക്കേണ്ടതാണ്. മത്തായി 16:18 ഞാൻ നിന്നോട്, ശിമയോനോട് പറയുകയാണ്, പത്രോസേ നീ പത്രോസാണ്, ശിമയോനെ നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിന് എതിരെ പ്രബലപ്പെടുകയില്ല. ഞാൻ സ്ഥാപിക്കുന്നതാണ് സഭയെന്നാണ് പറഞ്ഞത്. ഇനി സഭയുടെ മൂലക്കൽ ക്രിസ്തുവാണ്, അതും നമ്മൾ വിട്ടുപോകരുത്. യേശുവാകുന്ന ക്രിസ്തുവാകുന്ന മൂലക്കല്ലേലാണ് സഭ പണിതപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കണം. വേറെ ആരെയും മൂലക്കല്ലായിട്ട് വെച്ചിട്ടില്ല. എഫേസ്യോസ് 2:20 അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടവരാണ് നിങ്ങൾ. ആ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന മൂലക്കല്ലേൽ പണിത സഭയിലായിരിക്കണം നമ്മൾ. 3 സത്യത്തിൻ്റെ തൂണും കോട്ടയുമാണ് ദൈവത്തിൻ്റെ ഭവനം. 1 തിമോഥെയോസ് 3:15 പറയുന്നു, ഇപ്പോൾ ഇത് എഴുതുന്നതാകട്ടെ, എനിക്ക് താമസം നേരിട്ടാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും സത്യത്തിൻ്റെ തൂണും കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് നിൻ്റെ അറിവിലേക്ക് ഞാൻ നിർദ്ദേശിക്കാൻ വേണ്ടി ഇതെഴുതുന്നു. സഭയെക്കുറിച്ച് പൗലോസിന് വലിയ കരുതലുണ്ടായിരുന്നു. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, കണ്ണുനീരോടുകൂടിയാണ് പൗലോസ് ഉപദേശമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 20:31 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ, 3 വർഷം രാപ്പകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവീൻ. ഉപദേശിച്ച് കണ്ണുനീരോടുകൂടിയാണ്. നമുക്ക് 4-2 വാക്യത്തിലേക്ക് കടക്കാം. 4-2 വാക്യം, കർത്താവിൽ ഏകമനസ്സോടെ ആയിരിക്കാൻ ഞാൻ എവോദിയായോടും സിന്തക്കയോടും അഭ്യർത്ഥിക്കുന്നു. ഈ 2 പേരും ഫിലിപ്പിയ സഭയിലെ 2 സ്ത്രീകളാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പക്ഷെ അതിൽ കൂടുതലായ വിവരങ്ങളൊന്നും ബൈബിളിൽ നിന്നോ ബൈബിളിന് വെളിയിൽ നിന്നുള്ള രേഖകളിൽ നിന്നോ നമുക്ക് ലഭിക്കുന്നില്ല. സ്നേഹത്തിൽ പരസ്പര ബദ്ധമായ ഹൃദയമുണ്ടായിരിക്കണമെന്ന് പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. ദൈവവചനമാണെങ്കിൽ കലഹത്തെ വിലക്കുകയാണ് എപ്പോഴും. സുഭാഷിതങ്ങൾ 17:14 പറയുന്നു, കലഹത്തിൻ്റെ ആരംഭം അണ പൊട്ടുന്നത് പോലെയാണ്, കലഹം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഒഴിവാക്കിക്കൊള്ളുക. സുഭാഷിതങ്ങൾ 20:3 കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ്, ഭോഷന്മാർ ശണ്ട കൂടിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടായി ഭിന്നതയുണ്ടാകുന്നത്? ചില ഭിന്നതകളുടെ കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. 1, വിദ്വേഷം. സുഭാഷിതങ്ങൾ 10:12 പറയുന്നു, വിദ്വേഷം കലഹം ഇളക്കിവിടുന്നു, സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. മറ്റൊരു കാരണം ഔദധ്യമാണ്. സുഭാഷിതങ്ങൾ 13:10 താന്തോന്നികൾ ഔദധ്യ നിമിത്തം കലഹമുണ്ടാക്കുന്നു, ഉപദേശം സ്വീകരിക്കുന്നവനോടുകൂടെയാണ് വിവേകം. വിവേകമുള്ളവർ ഇത് കലഹമൊന്നും ഉണ്ടാക്കാതെ കഴിഞ്ഞുകൂടും. പിന്നൊരു കാരണം കോപമാണ്. സുഭാഷിതങ്ങൾ 29:22 പറയുന്നു,
രോഷാകുലൻ കലകമിളക്കി വിടുന്നു, കോപശീലൻ അതിക്രമങ്ങൾ വരുത്തി വയ്ക്കുന്നു. നാലാമത്തെ കാരണം കലഹപ്രിയമാണ്. ചിലർ കലഹം ഉണ്ടാക്കാൻ അവർക്ക് പ്രിയം, കലഹപ്രിയർ കലഹം ഉണ്ടാക്കുന്നു. സുഭാഷിതങ്ങൾ 26:21 പറയുന്നു, കരി കനലിനെയും വിറക് അഗ്നിയെയും എന്ന പോലെ കലഹപ്രിയൻ ശണ്ട ജ്വലിപ്പിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. സഭയിൽ നമ്മൾ സമാധാനം സ്ഥാപിക്കണം. ഇന്നത്തെ ടി വിയിലൊരു വാർത്തയുണ്ടായിരുന്നു, സഭകൾ തന്നിൽ അകത്ത ഭിന്നിപ്പ്, അടിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി അവർ നിൽക്കുന്നു. വാർത്തകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സങ്കീർത്തനം 4:8, ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. കർത്താവ് തന്നെ സുരക്ഷിതത്വം നൽകുന്നത് കൊണ്ട് പ്രശാന്തമായി കിടന്ന് ഉറങ്ങും. ചിലർക്ക് കിടന്നുറങ്ങാൻ ഒക്കുന്നില്ല. കർത്താവിൽ അങ്ങ് സുരക്ഷിതത്വം കണ്ടെത്തിയാൽ മതി. ദൈവകൃപ ലഭിച്ചവർക്കാണ് ഈ സമാധാനമുണ്ടാകുന്നത്. ലൂക്കോസ് 2:14 പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് ആദ്യം ആശംസിച്ചത് തന്നെ സമാധാനമാണ്. യോഹന്നാൻ 20:19, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്നവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നാം ദൈവത്തിന് സ്വീകാര്യരും മനുഷ്യർക്ക് സുസമ്മതരും ആയിരിക്കണം. റോമർ 14:17-19 വാക്യങ്ങൾ, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ആകയാൽ സമാധാനത്തിനും പരസ്പര ഉത്കർഷത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം. നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചോണം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്, ഭക്ഷണവും പാനീയവും ഒന്നുമല്ല. അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ടാക്കാം, പരസ്പര ഉത്കർഷത്തിന് ഉതകുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സമാധാനം എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ള ഒരു ദാനമാണ്. സങ്കീർത്തനം 29:11 പറയുന്നു, കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് ഫിലിപ്പിയർ 3:21 വാക്യം മുതൽ 4:2 വരെയാണ്. നാം കർത്താവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൗമിക ഭവനം നശിച്ചു കഴിഞ്ഞ് നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ ഭവനമുണ്ട്. ക്രിസ്തുവിനെ പോലെ ആകുക എന്നത് മനുഷ്യൻ്റെ പരമലക്ഷ്യമാണ്. യേശുവിൻ്റെ ദിവ്യശക്തിയെക്കുറിച്ച് വചനത്തിൽ നാം ചില കാര്യങ്ങൾ കണ്ടു. നമുക്ക് അർപ്പണബോധമുണ്ടാകണം, ലക്ഷ്യബോധമുണ്ടായിരിക്കണം, ദീർഘവീക്ഷണമുണ്ടായിരിക്കണം. നമുക്കായി കാത്തിരിക്കുന്നത് നിത്യജീവനാണ്. സഹോദര സ്നേഹത്തിൻ്റെ ചില മാതൃകകൾ നമ്മൾ ബൈബിളിൽ നിന്ന് നോക്കിയെടുത്ത് കണ്ടു. നാം സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മുടെ ഓട്ടം നമ്മൾ പൂർത്തിയാക്കണം. ഓട്ടം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിർത്തിക്കളയരുത്. അടുത്ത 177 എപ്പിസോഡിൽ 4-ാം അധ്യായം 3-ാം വാക്യം മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.